നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് വെഞ്ഞാറമൂട് മുക്കന്നൂരുള്ള ഒരു പെൺകുട്ടിയാണ് ഇത്തരത്തിൽ മരണപ്പെട്ട നിലയിൽ കണ്ടെത്തിയിട്ടുള്ളത് ഈ വീട്ടിൽ നിന്നും. ഈ പെൺകുട്ടി എങ്ങനെ ഈ വീട്ടിലേക്ക് എത്തി, ഏതെങ്കിലും തരത്തിലുള്ള ഈ സുഹൃത്തുക്കളാണോ അല്ലെങ്കിൽ ബന്ധുക്കളാണോ എന്നത് അടക്കമുള്ള കാര്യങ്ങളിൽ ഇനിയും വ്യക്തത വരേണ്ടതുണ്ട്. അസിത, പെൺകുട്ടിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സുലേഖ നൽകുന്ന വിവരങ്ങളെ സ്ഥിരീകരിക്കാനായിട്ടുണ്ടോ? അല്പം മുമ്പ് അവിടെ പൊതുപ്രവർത്തകർ തന്നെ സംശയിക്കുന്ന പെൺകുട്ടിയുടെ വീട്ടുകാരുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു. അങ്ങനെ ആ നിലയിൽ ഔദ്യോഗികമായി തന്നെ സ്ഥിരീകരിക്കപ്പെടുന്നുണ്ടോ? അസിത, നമുക്ക് ഒരു നാട്ടുകാരോട് പ്രതികരണം. ചേട്ടാ ഈ മുക്കുന്നൂരുള്ള പെൺകുട്ടിയാണ്, ഫർസാന എന്നാണ് പെൺകുട്ടിയുടെ പേര്. അതിപ്പോഴാണ് സ്ഥിരീകരിച്ചത്. അവരെ ബന്ധുക്കൾ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ ബന്ധുക്കൾ അറിഞ്ഞു. അവർ പോലീസ് സ്റ്റേഷനിൽ മൊഴി കൊടുത്തുകൊണ്ട് നിൽക്കുകയാണ്. അത് ലവാണ്, അങ്ങനെ വന്നതാണ്. മറ്റുള്ള കാര്യങ്ങളൊന്നും അത് നമുക്കറിയില്ല. അത് ദുരൂഹതയാണ്. അങ്ങനെയാണ്. ഇപ്പോൾ മുക്കുന്നൂരുള്ള പെൺകുട്ടിയാണ്. എനിക്ക് തോന്നുന്നു ഈ പെൺകുട്ടി ഇദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ലവറായിരിക്കാം. പക്ഷേ ഇവർ ഇനി വീട്ടുകാർ വല്ല എതിർപ്പോ കാര്യങ്ങളോ കൊണ്ട് ഇനി ഇവരായിട്ട് അങ്ങനെയാണ് നമ്മൾ ആദ്യം വിചാരിച്ചത്. പക്ഷേ അങ്ങനെ വരാനായിട്ട് സാധ്യതയില്ല. ഞാനിപ്പോൾ ഗോകുലം മെഡിക്കൽ കോളേജിൽ, അതായത് ഈ കൊലപാതകം നടത്തിയ ആളിൻ്റെ, ഞാൻ പ്രവാസി കോൺഗ്രസിൻ്റെ തിരുവനന്തപുരം ജില്ലാ വൈസ് പ്രസിഡൻ്റാണ്. അപ്പോൾ ഈ കൃത്യം ചെയ്തിരിക്കുന്ന ആളിൻ്റെ ഉപ്പ എന്ന് പറയുന്നത് വിദേശത്ത് ജോലി ചെയ്യുന്ന ആളാണ്. അപ്പോൾ ആ ഒരു അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഇവിടെ വരികയും വന്ന് ഇവിടെ പോലീസ് ഇവിടെ എല്ലാം ബ്ലോക്ക് ചെയ്തൊക്കെയായിരുന്നു. പിന്നെ ഈ ബോഡി ഗോകുലം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി എന്നറിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ പെട്ടെന്ന് അവിടെ എത്തുകയാണ് ചെയ്തത്. അപ്പോൾ അവിടെ എത്തി ബോഡിയൊക്കെ കണ്ടിട്ടാണ് ഞാൻ വരുന്നത്. അപ്പോൾ ആ പെൺകുട്ടിയുടെ തലയിൽ വളരെ മാരകമായിട്ടുള്ള ഒരു ഹോള് ഇങ്ങനെയുണ്ട്. അത് ഒന്നുകിൽ ഒരു ഗണ്ണ് ഉപയോഗിച്ച് ചെയ്തതായിരിക്കാം, അതും ഡോക്ടർ സ്ഥിരീകരിച്ചിട്ടില്ല. അല്ലെങ്കിൽ ചെറിയ ഹാമർ ഊക്കിനടിച്ചിട്ടുള്ളതായിരിക്കാം. അപ്പോൾ ഈ പെൺകുട്ടിയുടെ ആയിട്ടുള്ള അല്ലെങ്കിൽ ലവോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇനി വീട്ടുകാർക്ക് വല്ല എതിർപ്പെന്നൊക്കെ ഉള്ളതായിരുന്നു ആദ്യം നമ്മൾ വിചാരിച്ചത്. അങ്ങനെ വരാനായിട്ട് ഒരു സാധ്യതയില്ല. കാരണം എന്ന് പറഞ്ഞാൽ എങ്കിൽ പിന്നെ ഈ ലവറെ ഇയാൾ അങ്ങനെ ഉപദ്രവിക്കുകയും കൊല്ലുകയും ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ അതുപോലെ അത് മാത്രമല്ല, ഇവൻ്റെ ഒരു നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ബോയ്, ഇവൻ്റെ സഹോദരൻ 13 വയസ്സുകാരനാണ്. അപ്പോൾ അവൻ സ്കൂള് കഴിഞ്ഞിട്ട് ഒരു 5:30 മണിക്കാണ്ട് തിരിച്ചെത്തിയെന്ന് തോന്നുന്നു. അപ്പോൾ അവനെയും വെറുതെ വിട്ടിട്ടില്ല. അവൻ്റെ ഫേസിനൊന്നും ഒരു പ്രശ്നമില്ല. അവൻ്റെ ഈ ബാക്ക് ഭാഗത്താണ് നല്ല ഊക്കിന്. ശ്രമിച്ചിട്ടില്ല. ഞങ്ങൾ ഒരു പ്രവാസി എന്നുള്ള നിലയ്ക്കാണ് ഞാൻ പെട്ടെന്ന് ഇവിടെ വന്ന് നമ്മൾ പെട്ടെന്ന് ഗോകുലം മെഡിക്കൽ കോളേജിൽ പോയിട്ട് ഇപ്പം ഞാൻ തിരിച്ച് എത്തിയിട്ടേ ഉള്ളൂ. അപ്പോഴാണ് നിങ്ങളൊക്കെ ഇവിടെ വന്നത്. അപ്പോൾ ആ അടിസ്ഥാനത്തിലാണ് ഞാൻ സംസാരിക്കുന്നത്. പിന്നെ ഈ അഫ്നാൻ്റെ ഉമ്മ വളരെ ക്രിട്ടിക്കലാണ്. ഈ 5 പേരിൽ ഇനി ജീവിക്കാൻ സാധ്യതയുള്ള ഒരേ ഒരു സ്ത്രീ എന്ന് പറയുന്നത് അത് മാത്രമാണ്. ബാക്കി 5 പേരും മരണപ്പെട്ടു കഴിഞ്ഞു. എന്തായാലും അസിത, അത്തരത്തിൽ തന്നെയാണ് ഈ നാട്ടുകാരിൽ നിന്ന് ലഭിക്കുന്ന വിവരം അനുസരിച്ച് വെഞ്ഞാറമൂട് മുക്കന്നൂർ സ്വദേശിയാണ് മരണപ്പെട്ട പെൺകുട്ടി എന്നുള്ളത് തന്നെയാണ്. എന്തായാലും നിലവിൽ ലഭിക്കുന്ന ഒരു വിവരം അനുസരിച്ച്, പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഇത് ആത്മഹത്യ ചെയ്യാൻ തന്നെയുള്ള ഒരു ശ്രമം തന്നെയായിരുന്നു അഫ്നാൻ്റേത് എന്ന് തന്നെയാണ് അഫ്നാൻ പോലീസിന് മൊഴി കൊടുത്തിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. ഈ കുടുംബത്തിന് സാമ്പത്തിക ബാധ്യതയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കൂട്ട ആത്മഹത്യ അല്ലെങ്കിൽ ഇവരെയൊക്കെ കൊലപ്പെടുത്തിയതിനു ശേഷം താൻ ആത്മഹത്യ ചെയ്യാനുള്ളൊരു ശ്രമമാണ് നടത്തിയതെന്നാണ് അഫ്നാൻ പോലീസിന് മൊഴി കൊടുത്തിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോഴും നമുക്കതിൽ വ്യക്തത വരേണ്ടതുണ്ട്. പോലീസ് ഔദ്യോഗികമായി ഇത്തരം കാര്യങ്ങൾ സ്ഥിരീകരിക്കുന്നില്ല എന്നത് കൂടി നമ്മൾ പറയേണ്ടതുണ്ട്. പക്ഷേ ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഇപ്പോൾ സാമ്പത്തിക ബാധ്യത കാരണമാണ് ഇത്തരത്തിലുള്ളൊരു ക്രൂരകൃത്യം അഫ്നാൻ ചെയ്തത് എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അസിത, എന്തായാലും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആദ്യം പാങ്ങോടെത്തുന്നതിന് ശേഷം ബാപ്പയുടെ ഉമ്മയെ കൊലപ്പെടുത്തുന്നു. ഈ കൊലപ്പെടുത്തിയതിനു ശേഷം ഇത്തരത്തിൽ എസ്.എൻ. പുരത്ത് എത്തുന്നു. എസ്.എൻ. പുരത്ത് 2 പേരെ കൊലപ്പെടുത്തിയതിനു ശേഷമാണ് ഈ വീട്ടിലേക്കെത്തി ഈ 3 പേരെയും ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇതിൽ അഫ്നാന്റെ മാതാവ് നിലവിൽ ഇപ്പോൾ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ കഴിയുകയാണ്. ഗോകുലം മെഡിക്കൽ കോളേജിലാണ് ഇത്തരത്തിൽ ഇവർ ചികിത്സയിൽ കഴിയുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ആറ്റിങ്ങൽ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സംഭവത്തിൽ ആറ്റിങ്ങൽ ഡിവൈഎസ്പിയുടെ ഒരു സംഘമാണ് ഈ സംഭവം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്.